അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നെന്താ വിശേഷം എന്ന് വെച്ചാൽ, ഇന്ന് ഉച്ചയ്ക്ക് വന്നു, ഒരു മണിയായപ്പോഴേക്കും എത്തി. പിന്നെ വന്ന് ചോറൊക്കെ ഉണ്ട്, കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന്. പിന്നെന്താ വെച്ചാൽ നമ്മളെ വിറക് കുറേ ആയിട്ട് അപ്പം ഇന്ന് ഞാനെന്ത് ചെയ്തു, വിറകിന് പോയിരുന്നു. ഉച്ചയ്ക്ക് വന്നൊന്ന് കിടക്കാനൊന്നും നിന്നില്ല, കുറച്ച് വിറകിന് കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പോകലുണ്ട് സീമ, അവളെ കൂടെ പോയത്. അപ്പോൾ കുറച്ച് വിറക് കിട്ടി. ആ ചോറ് അടുപ്പത്താണ് വെച്ചിട്ടുണ്ട്. അത് ആ വിറക് അങ്ങനെ വന്നിട്ട് തന്നെ വേഗം അത് കൊത്തി കൊടുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓണൊക്കെ അല്ലേ വരണേ, അപ്പോഴേക്കും നമുക്ക് വിറക് വേണ്ട വെച്ചിട്ട് ഗ്യാസ് ഞാൻ നിറച്ചു. പക്ഷേ കഴിഞ്ഞാലോ വെച്ചിട്ട് വിറകുണ്ടെങ്കിൽ സുഖമല്ലേ. നമുക്ക് ഓണത്തിന് ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാൻ അടുപ്പത്തും കുറച്ച് വെക്കാമല്ലോ. അങ്ങനെ ഞാൻ വിറക് കാണിച്ചു തരാം കേട്ടോ. കോഴിക്കോടിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് പെറുക്കി വെച്ചിട്ടുണ്ട്. കോഴികൾ അതിൻ്റെ മേലെ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. കണ്ടാ, ഇവിടെ നിന്ന് അങ്ങോട്ട് തൊട്ടിട്ട് ഇതുവരെയുണ്ട് വിറക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നുണ്ടല്ലോ, നമ്മുടെ ഇവിടെ ഇന്നലെ പന്നി വന്നിട്ട് നമ്മുടെ ആ ചേന ഫുള്ള് കണ്ടോ. ഇങ്ങനെ രാജന് ടയറൊക്കെ വെച്ചിട്ടേ അത് നല്ല സെറ്റാക്കി വെച്ചിരുന്നു. പക്ഷെ അത് ആ ടയറൊക്കെ വലിച്ചിട്ട് അതിൻ്റെ തണ്ടൊക്കെ പറിച്ചു. ഞാൻ നല്ല മൂടി വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് മണ്ണിട്ട്. പക്ഷെ നേരെ സുഖമല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ആ ചേനയുടെ ചെറിയ വലിയ മൂക്കാത്ത ഇല ഉണ്ടായിരുന്നു, ആ ഇലയെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തേക്ക് ഇനി എന്താ അതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കുന്ന വെച്ചിട്ട് ഇഷ്ടമാണ് ചേനയുടെ ഇല. അത് ഉപ്പേരി വെക്കുമോയെന്ന് ചിലർക്കൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാനത് കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ വിളക്ക് വെക്കണം. കോഴികളൊക്കെ അതൊക്കെ വന്നിട്ടുണ്ട്, അടുത്ത കൂടെ ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും കൂട്ട് കയറ്റണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ചോറ് ഇതാ അടിച്ചിട്ടുണ്ട്. വിറക് കിട്ടിയപ്പോൾ പിന്നെ സന്തോഷം. അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒന്നും കൂടെ കത്തണത്. ആ ചേനയുടെ ഇല കണ്ട ഇളയതാണ്. അപ്പം ഞാനിത് എന്ത് ചെയ്തു, ഇതിൻ്റെ ഈ ഇളയ ഇലയും കുറച്ച് തണ്ടും കൂടെ കൂട്ടിയിട്ട് ഉപ്പേരിക്ക് വെച്ചിട്ട്. പിന്നെന്താ ഉച്ചയ്ക്ക് ഇതുപോലെ വന്നിട്ട് കുറച്ച് പണി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. രാജേട്ടൻ്റെ പണിയില്ലാത്തതുകൊണ്ട് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ അപ്പം ഇനി വൈകുന്നേരത്തേക്ക് അത് മതിച്ചു. മീൻ വറുത്ത കുറച്ചുണ്ട് ഇരിക്കണം, അതൊക്കെ മതി. ചോറ് പിന്നെ കുറച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വിളക്ക് വെക്കണം. അവന് കുറച്ച് കഴിയും, 7 മണിയാകുമ്പോഴേക്ക് വരാറിന് പോയതാണ്. അമ്മും പോയിട്ടുണ്ട്, അപ്പൂസുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. രാജേട്ടനോട് ചോദിച്ചു കേട്ടോ, വിറകിന് പോയപ്പോഴേ നമുക്ക് വയ്ക്കുമോ എന്നൊക്കെ ചോദിച്ചു. അന്ന് ഇതുപോലെ വിറക് 2 കെട്ട് കൊണ്ടുവന്നു. അന്ന് അങ്ങനെ ഇതുപോലെ വയ്യാണ്ടേ. നമ്മുടെ ഇന്നത്തെ പൂത്തറയാണ്ടേ, ഇന്ന് കൂടുതൽ ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടാ നമ്മുടെ പൂത്തറ സിമ്പിളായിട്ട്, വലിയ വേറെ പോകുന്നില്ല, വെറും ഒരു ചെമ്പരത്തി മന്ദാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് അതാണ് ഇപ്പം ഇത് കഴിയണ വരെ ചെമ്പരത്തി പൂവുണ്ട് ഇവിടെ. ചെമ്പരത്തി മുട്ട നമ്മുടെ ഉമ്മർത്തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. 6:10 വിളക്ക് വയ്ക്കണം. അടിച്ചൊരു തുടച്ചിട്ടതാണ് ഞാൻ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടു. ഇനി ആ ചോറിന് തീയൊന്നും കൂടെ കത്തിക്കട്ടെ, ഒരു വിളക്ക് വയ്ക്കട്ടെ. വിളക്ക് വെച്ചിട്ട് നമുക്ക് ആ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കണം. ദീപം ദീപം ദീപം.
അപ്പോൾ അതാ നമ്മുടെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. 6:30 വിളക്ക് 6:20 അപ്പോൾ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ആ കുഴലൊക്കെ അതിൻ്റെ മേലെ വന്നിരിക്കുകയാണ്. ഒന്നും അതാ കരണ്ടും പോയി. പുള്ളിരിട്ട കരണ്ട് പോയി. കരണ്ട് കട്ട നീ കണ്ടവരൊക്കെ എനിക്ക് പിടിച്ചൊന്നും കൂട്ടുക ഒക്കെ ഈ നൃത്തം നിൽക്കും. കൂട്ടുകയറേ ഇവരൊക്കെ ഒന്ന് വേഗം കൂട്ടിലാക്കട്ടെ. ചേനയുടെ തണ്ട് ഞാൻ മാറ്റി വെച്ചു. ഇത് കണ്ട ചേനയുടെ ഇത്രയേ എടുത്തിട്ടുണ്ട് ഇല. ഇത് ഇളയ ഇല കേട്ടോ. ഇതൊന്നും ഉപ്പേരി വെച്ച ഒരു അരയിലുണ്ടെങ്കിൽ പറയണേ. ഞങ്ങളിവിടെ വയ്ക്കാറുണ്ട്. നല്ല രസമാണ്. ഒരു ചെറുതായിട്ടൊരു കയ്പ്പുണ്ടാവും. രസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ഉപ്പേരി ഉണ്ട് രാവിലത്തെ കയ്പ്പയ്ക്കൊക്കെ ഇട്ട് വെച്ചു. അപ്പം എന്നാൽ ഇത് അരിഞ്ഞിട്ട് നമുക്ക് ഉപ്പേരി തോരൻ വെക്കണമെങ്കിൽ തോരൻ വെക്കാം കേട്ടോ. തേങ്ങയൊക്കെ ചേർത്തിട്ട്. തേങ്ങ ചേർക്കണില്ല. നമ്മൾ ഇവർ കറി വെച്ചത് തേങ്ങ അരച്ച കറിയല്ലേ രാത്രിക്ക്. അപ്പോൾ കുറച്ച് ചെറുള്ളിയൊക്കെ വാട്ടി മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാകട്ടെ. ഉപ്പേരി വെക്കാനേ ഇനി അവർ വരുമ്പോൾ എല്ലാ പണിയും ഒരുങ്ങി ഇങ്ങനെ ഇരിക്കണം. അത് ജസ്റ്റ് വേഗം വെച്ച് നമ്മൾ ആ ചീര അരിഞ്ഞപ്പോഴേ കണ്ടോ ഇത്രയേ ഉള്ളൂ. ഇതിനി ഒന്നും കൂടെ വാടും, കാരണം ഇലയല്ലേ. അപ്പം ഞാൻ സ്പൂണൊക്കെ എടുക്കട്ടെ. എണ്ണ വെച്ചിട്ടേ നമ്മുടെ മക്കളൊന്നും ഇല്ല, അപ്പൂസനെ കാണാനില്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല. അപ്പം ഒറ്റയ്ക്ക് അങ്ങനെ എടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കും. അതിലേക്ക് ഞാൻ മറ്റേ നമ്മുടെ ചെറിയുള്ളിയില്ലേ, ചെറിയുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ മുളകും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ചുവ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, തേങ്ങയൊക്കെ കാച്ചിട്ടേ അത് രസമാണ് തോരൻ വെക്കില്ല. അപ്പം ഇത്ര കുറച്ചുള്ളൂ. കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ തോരനൊക്കെ വെച്ചാൽ അടിപൊളിയാവും. നമുക്കതിൻ്റെ ആ ഇലയുടെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തേങ്ങ ഇടാനുണ്ടാക്കും. ഇനി ഇതുണ്ടല്ലോ നല്ല പോലെ മൂക്കുമ്പോൾ ഈ മുളക് ഇടുക, ആ ഇലയിടുക, ഉപ്പിട്ടിട്ട് വെള്ളം നല്ലതായിട്ടില്ല, മഞ്ഞപ്പൊടി ഒന്നും ഉള്ളിടും. എന്നിട്ട് നമുക്കത് അങ്ങനെ ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇത് ഞാനിതൊക്കെ ആയിട്ട് കാണിക്കാം. ഈ ഉള്ളൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഞാനാകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ? അത് മൊത്തം ഒരു മാതിരി നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കെന്ത് ചെയ്യാൻ, ഇതിലേക്ക് ഈ മുളകിടാം. അതുപോലെ ഇനി ഉപ്പ് കുറച്ചും കൂടെ. ഞാനങ്ങനെ ചേനയുടെ തണ്ട് വെക്കുമ്പോൾ തന്നെ ആർക്കും അറിയില്ല കേട്ടോ. ചേനത്തണ്ട് ഇതാക്കി വെക്കുന്നതൊന്നും ചേനയുടെ അറിയുമ്പോൾ ചിലർക്കൊന്നും അറിയില്ല. മുഴുവൻ മഞ്ഞപ്പൊടി കൊടുത്തിട്ട് നമുക്കത് തീ ഒന്ന് കുറയ്ക്കാം. തീ കുറച്ചിട്ട് കരിഞ്ഞു നമ്മൾ ഇലയിലുള്ള വെള്ളം തന്നെ അതിലേക്ക് ഇറങ്ങി വരും. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ കേട്ടോ. അതിപ്പോൾ തന്നെ വാഴുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കും. ഞാനേ ഇതുണ്ട നമ്മുടെ ഇല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം.
ഒന്ന് വേവട്ടെ, എന്നിട്ട് കാണിക്കാട്ടോ വന്നിട്ട്. നമ്മുടെ ചേനപ്പേരി ഉണ്ടല്ലോ, ചേനയുടെ ഉപ്പേരി ഇത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ അമ്മ കൂട്ടിയില്ല, അത് വാടിയപ്പോൾ കുറച്ചുള്ളൂ. പിന്നെ അപ്പൂസ് കൂട്ടി, അവന് ഇഷ്ടമായിട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ രാജേട്ടനുള്ള, അതുകൊണ്ട് തന്നെ കൈയിട്ട് കഴിക്കണം കേട്ടോ. വെള്ളം കയ്പ്പ് നല്ല രസമാണ്. നിങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇല ചേന ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഇല മുറിച്ചിട്ട് ഉപ്പേരിക്കാം. ഞങ്ങൾ ചോറിനല്ല കേട്ടോ. സമയം അധികമൊന്നും ആയിട്ടില്ല, 8:05 രാജേട്ടന് നല്ല വിശപ്പാണല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ ഒപ്പം ഇരുന്നാൽ പിന്നെ കഴിയാലോ, പിന്നെ പാത്രം കഴിക്കാലോ. അപ്പം പിന്നെ ചോറിനിട്ട് കേട്ടോ. അപ്പം ചോറിനെല്ലാം കഴിഞ്ഞു കേട്ടോ. ചോറിനെല്ലാം കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി വെച്ചു. സമയം 9 മണിയൊക്കെ ആയി തുടങ്ങിയാണോ. അപ്പം എനിക്ക് കിടക്കല്ല, ഫോണിൽ അതിൽ സിനിമ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആ സിനിമ കണ്ടോണ്ടിരിക്കുക, കുറച്ചു നേരം കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ, ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.